നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കണ്ണീര് കാണുന്നില്ലേ? എന്റെ സങ്കടം അമ്മ കേൾക്കുന്നില്ലേ? എന്താ ദൈവമേ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തെ? ജാസ്മിനും വിശാൽ സാറും തമ്മിലുള്ള വിവാഹം തടസ്സപ്പെടുത്താനായിട്ട് ഒരു വഴി പറഞ്ഞു താ ദൈവമേ. എന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നേ? പുറപ്പെടണ്ടേ? ആ, പാർവതി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയിരിക്കാം. അവള് വന്നിട്ടിറങ്ങാം. ചേടാ, പാർവതി പോയിട്ട് കുറച്ച് സമയമായല്ലോ. ഇനിയും നമ്മൾ കാത്തുന്ന മുഹൂർത്തം തെറ്റില്ലേ? ആ, അത് ശരിയാ. അതുമാത്രമല്ല, കല്യാണ പെണ്ണ് നേരത്തെ മണ്ഡപത്തിൽ എത്തുകയും വേണ്ടേ? ആ, ഒരു കാര്യം ചെയ്യാം. പാർവതി സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. അവളെയും കൊണ്ട് ഞാനും പ്രതാപനും സുശീലയും കൂടി മണ്ഡപത്തിലേക്ക് വരാം. വിശാലും ഗാർഗിയും ജാസ്മിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് പൊയ്ക്കോളൂ. അല്ല, അത് പാർവതിയെ ഞാൻ പോയി വിളിക്കാം. അല്ല, അത് വേണ്ട മോനെ, അവളെ ശല്യപ്പെടുത്തണ്ട. അവള് മനസ്സ് നിറഞ്ഞ് ഗായത്രി ചേച്ചിയെ പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങൾ ചെല്ല്. ആ, ജാസ്മിൻ വരൂ, കാറിൽ കയറ്. വാ മോനെ. വിശാലെ, മുഹൂർത്തം വൈകും, കയറ്. ബൈ. വിശാൽ സാർ, വിശാൽ സാർ പോയോ? അയ്യോ പാർവതി, പാർവതി, അയ്യോ മോളെ, നീ ടെൻഷൻ ആവണ്ട. ജാസ്മിനെ നേരത്തെ മണ്ഡപത്തിലെത്തിക്കണ്ടേ? അതാ വിശാൽ അവളെയും കൂട്ടി പോയത്. നീ നമ്മുടെ കാറിലേക്ക് കയറ്, നമുക്ക് ഒരുമിച്ച് പോവാലോ. വാ മോളെ. വാ, ലേറ്റ് ആവും. ഇനിയും ഇത് ഇവരുടെ പദ്ധതി വല്ലതുമാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.